തീർച്ചയായും മലയാളികളടക്കം നിരന്തരം വരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അത്തരത്തിലാണെങ്കിൽ നിരവധി മലയാളികളടക്കം കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മണ്ണിനടിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത സ്ഥലത്തല്ല ആ ഒരു പ്രദേശത്തെത്തി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് നിലവിൽ. എന്നിരുന്നാലും പ്രഥമ കാര്യം എങ്ങനെയെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് തന്നെയാണ്. നിലവിൽ മരണസംഖ്യ കൂടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലും മഴയുമാണ്. മണ്ണിന്റെ സ്ഥിതിഗതികളൊക്കെ ആകെ ഉലഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ആളുകൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. നിലവിൽ ഇന്നലെ തന്നെ 11 സൈനികർ അവിടെ പോയി. നിലവിൽ അവിടെ 9 പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ 2 പേരെയാണ് രക്ഷപ്പെടുത്തത്. അവരെ അടക്കം ഇനി വീണ്ടും രക്ഷപ്പെടുത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിൽ വളരെയധികം ദുർഘടം നിറഞ്ഞ ഒരു ദുരന്തമാണ് ഇന്നലെ സാക്ഷ്യം വെച്ചത്. നമുക്കറിയാം, അത്രയും വലിയൊരു മേഘവിസ്ഫോടനത്തിന് ശേഷം ഒരു ഗ്രാമത്തിന്റെ പകുതിയടക്കം ഒലിച്ചു പോകുന്നൊരു ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതിൽ തന്നെ അവിടെയുള്ള ആളുകൾ ബഹളം വെക്കുന്നതും അലമുറയിട്ട് കരയുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയവരടക്കമാണ് ആ മണ്ണിനടിയിൽപ്പെട്ടത്. കൂടാതെ വാഹനങ്ങൾ അടക്കമാണ് ഒലിച്ചു, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അടക്കമാണ് ആ മലവെള്ളപ്പാച്ചിലിന്റെ കൂടെ ഒഴുകിപ്പോയത്. വളരെ ദാരുണമായ, നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. അവിടെയുള്ള ജനങ്ങൾ അവരുടെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കുമെന്ന് പറയാവുന്നതിലും അപ്പുറമാണ്. ഒരു വാക്കുകൊണ്ട് പോലും നമുക്കത് അവരുടെ മാനസികാവസ്ഥ പറയാൻ നമുക്ക് സാധ്യമല്ല. അത്തരത്തിലുള്ളൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. അവരുടെ ഉറ്റവരാകാം, എല്ലാം തന്നെ മണ്ണിനടിയിലായിട്ടുണ്ടാവാം. അവർ രക്ഷപ്പെടണം എന്നായിരിക്കും ഏവരുടെയും പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് നമ്മളും. ശുഭാപ്തി വിശ്വാസം കൈവിടുന്നില്ല. സൈനികരും എല്ലാ സുരക്ഷാ സേനയും നിലവിൽ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടെ തന്നെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2ാം ദിവസമാണിത്. 2ാം ദിവസം പുലർച്ചെ തന്നെ ഇവർ രക്ഷാപ്രവർത്തനം തുടങ്ങി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മരണസംഖ്യ ഒന്നും കൂടിയിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരം നൽകുന്ന വാർത്തയാണ്. എന്നിരുന്നാലും 330 പേരെ രക്ഷപ്പെടുത്തി എന്നതും ആശ്വാസകരമായ വാർത്തയാണ്. എന്നിരുന്നാലും 60 കഴിഞ്ഞ് ഏകദേശം 100-ിലധികം പേർ നിലവിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അവരെ രക്ഷപ്പെടുത്തുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എന്തു തന്നെയായാലും അവർ പൊരുതുകയാണിപ്പോൾ. നമ്മളോടൊപ്പം നേരത്തെ ചേർന്ന വിനോദ് ഉണ്ട് നമ്മളോടൊപ്പം. വിനോദ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വിനോദ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ആ സ്ഥലത്തെ സ്ഥിതിഗതികൾ എപ്രകാരമാണ്? ഒന്ന് പ്രേക്ഷകർക്കൊന്ന് കാണിക്കാമോ? തീർച്ചയായും ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ്. അപ്പോ രാത്രി വരെ ഭയങ്കരപ്പെട്ട മഴയായിരുന്നു. പുറത്തുപോലും ഇറങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള മഴയായിരുന്നു. ഞങ്ങൾ ആശ്രമം ലൊക്കേഷൻ ചെയ്യുന്നത് തന്നെ ഗംഗയുടെ അടുത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്. രാത്രി ഏകദേശം ഞങ്ങളുടെ മതിലിന്റെ പകുതി വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രാത്രി തന്നെ ഇവിടെ നിന്ന് മാറി ഹോട്ടലിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ മനേരി ഡാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഷട്ടർ ഉള്ളതുകൊണ്ട് വാട്ടറിൽ അവർ കൺട്രോൾ ചെയ്താണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരേക്കും ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും ഈ ഉത്തരകാശി സൈഡിലോട്ട് വന്നിട്ടില്ല. എങ്കിലും ആ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാം, ഫർദറായിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ട് ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ ഏകദേശം 3-4 മണിക്കൂർ വരെ ഇന്നലെ വൈകുന്നേരം വരെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. രാത്രി റോഡ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഗവൺമെന്റ് വണ്ടികളെല്ലാം ഈ മേളിലോട്ട് പോയത്. ഇപ്പൊ ഈ ഹർഷിയിലെ അങ്ങനെ സ്ഥലത്തോട്ടൊക്കെ വണ്ടികൾക്ക് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് റോഡുകളെല്ലാം തകർന്നിട്ടുണ്ട്.
ഇപ്പൊ എല്ലാം എയർ മാർഗമാണ് ബാക്കിയുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിൽക്കുന്ന പ്രദേശത്തെ വെള്ളത്തിന്റെ സ്ഥിതിഗതികൾ നോക്കിയാൽ അറിയാം, കുത്തി ഒലിച്ചു വരികയാണ്. മണ്ണിന്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണെന്നാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. താങ്കൾ സുരക്ഷിതമായി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേണം ഈ വീഡിയോ ചിത്രീകരിക്കാൻ. നിലവിൽ അവിടെയുള്ള സാഹചര്യം എപ്രകാരമാണ്? നിലവിൽ മേഘവിസ്ഫോടനമല്ല ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിദഗ്ധർ ഇപ്പോൾ നിലവിൽ പുറത്തുവിടുന്നത്. അത്തരത്തിലാണെങ്കിൽ മഴ വലിയ രീതിയിൽ താങ്കൾക്ക് അവിടെ കിട്ടിയിരുന്നോ ഇന്നലെ? ഇവിടുത്തെ സ്ഥിതിഗതികളിൽ നോക്കുമ്പോൾ ഇതുവരെയും പ്രശ്നമൊന്നും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാം മേളിലുണ്ടെന്ന് പറഞ്ഞു, മനേരി ഡാം. അപ്പൊ അവിടെ നിന്ന് വാട്ടർ വന്നിട്ട് അവിടെ നിന്നാണ് അവർ കൺട്രോൾ ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് ഇതുവരെയും ഇവിടെ അങ്ങനെ നാശനഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് പറഞ്ഞ, രാത്രി ആയപ്പോഴാണ് വെള്ളം കൂടുതലും രാത്രി സമയങ്ങളിലാണ് അവർ ഷട്ടർ കൂടുതൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് രാത്രി ഗംഗയുടെ സൈറ്റ് താമസിക്കുന്ന ആൾക്കാരെല്ലാം മാറി താമസിക്കണമെന്ന് അവര് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ആശ്രമം, ഇതാണ് ശിവാനന്ദ ആശ്രമമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് ഒരു വലിയ ബ്രിഡ്ജിലാണ്. അപ്പൊ ഇതുവരെയും ഇവിടെ അങ്ങനെ ഒരു നാശനഷ്ടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും മാറ്റി പാർപ്പിച്ചോ? സുരക്ഷിതമായുള്ള സ്ഥലത്ത് തന്നെയാണോ മാറ്റി പാർപ്പിച്ചത്? കാരണം അത് ചോദിക്കാനുള്ള കാരണം, കഴിഞ്ഞ 2 മണിക്കൂർ മുന്നെയാണ് സൈനിക ക്യാമ്പ് ഒലിച്ചുപോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലാണെങ്കിൽ മാറ്റി പാർപ്പിച്ച ഇടം സുരക്ഷിതമല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ ഉത്തരകാശിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ മേളിലാണ് ഈ മേഘസ്ഫോടനം നടന്നിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് വാട്ടർ താഴോട്ട് വരുന്നെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും വാട്ടർ ലെവൽ ഹൈ ആണെങ്കിൽ എളുപ്പം ഒരു അലേർട്ട് വരും. അപ്പോൾ ഗംഗയുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ അപ്പൊ തന്നെ അവർ മാറി താമസിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ നടന്നത്. രാത്രിയായപ്പോൾ അവർ ഡാം ഓപ്പൺ ചെയ്തു, വെള്ളം ലെവല് മേളിലോട്ട് വന്നു, ഞങ്ങളെല്ലാം മാറി താമസിച്ചു. വീണ്ടും രാവിലെ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിഗതികൾ ഉത്തരകാശിയില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഗംഗോത്രി തീർത്ഥാടന പാതയില് അവിടെ ആ പ്രധാന ഗ്രാമത്തിൽ മലയാളികളടക്കം അവിടെ തിങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു ഇടമാണ്. അത്തരത്തിലാണെങ്കിൽ മലയാളികളടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവില്ലേ? ആ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. കാരണം ഈ മേഘസ്ഫോടനം നടന്ന സ്ഥലം എന്ന് വെച്ചാല് അത് കൂടുതലും ടൂറിസ്റ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഹർഷയില് ആപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഇടമാണ്. അപ്പോ ഈ സാധാരണ മൺസൂൺ സീസണില് ഈ യാത്ര വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോ ചില ആൾക്കാർ കൂടുതൽ വരാൻ, തിരക്കില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ വരാം. തീർച്ചയായും ഒരുപാട് ടൂറിസ്റ്റ് ഈ ഏരിയയിൽ തങ്ങിയിട്ടുണ്ടെന്നുള്ള അറിവാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ വീഡിയോസ് കാണുമ്പോഴും അറിയാൻ പറ്റും. ഇപ്പൊ നമ്പേഴ്സ് അവർ പുറത്ത് തന്നിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ ബാക്കി മറ്റുള്ള പ്രദേശങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ഞങ്ങള് ആശ്രമത്തിന്റെ ലൊക്കേഷൻ ഇതാണ്. ഇപ്പോ മനേരി ഡാം എന്ന് പറയുന്നത് മേളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇതൊരു വില്ലേജാണ്, ഇത് ശിരോർ വില്ലേജ് എന്ന് പറയും. അപ്പൊ ഞങ്ങള് ഈ വില്ലേജിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ഈ ശിരോർ ബ്രിഡ്ജ്, ഇതാണ് ബ്രിഡ്ജ് വില്ലേജിലോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പൊ അവിടെ നിന്ന് നേരെ ഗംഗ താഴോട്ട് ഒഴുകി ആണ് പോകുന്നത്. ഇവിടുത്തെ ഗംഗ ഇത്തിരി ഒരുപാട് വീതി ഉള്ളത് കൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. ശരി. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്ന 11 സൈനികരടക്കമാണ് നിലവിൽ അവിടെ കുടുങ്ങിയത്. നിലവിൽ 2 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്തിയത്. അത്തരത്തിലാണെങ്കിൽ സൈനികരടക്കം അവിടെ തങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭീതി എത്രത്തോളം ഉണ്ടാകും, അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒന്ന് പറയാമോ? അത് കാരണം ഇവിടെ നിന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്നു. സൈനിക ക്യാമ്പിന്റെ അവിടെ ഈ മേഘസ്ഫോടനം ഉണ്ടായി എളുപ്പം പെട്ടെന്നുള്ള ഇതാണ്. ഇപ്പൊ ഇത്ര സെക്കൻഡിൽ വെള്ളം വന്ന് ഇടിച്ചു വരുന്നതാണ്. കാരണം അതൊക്കെ ആ ക്യാമ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചൈന ബോർഡറിന്റെ അടുത്താണുള്ളത്. അപ്പോ പല ഇടങ്ങളിലും ആർമി ക്യാമ്പുണ്ട്. അപ്പോൾ ഓരോ ക്യാമ്പിലും ഇത്ര ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ
ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് വീടുകളും ആൾക്കാരും എല്ലാം ഒഴുകി പോയിട്ടുണ്ടെന്നാണ് അറിവ്. നിലവിൽ അവിടുത്തെ സർക്കാർ അവിടെ എല്ലാ ജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. എത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയത്? ഇപ്പോ ഇങ്ങനത്തെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ആശ്രമം, ഗംഗോത്രിയിൽ ആശ്രമമുണ്ട്. അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. റോഡ് മാർഗം തന്നെ പോകാനും പറ്റുന്നില്ല, കാരണം ഒരുപാട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഏറുമാർഗമുള്ള സഹായമാണ് ഇപ്പോൾ നടക്കുന്നത്. പല ഓരോ വില്ലേജ് എന്ന് വെച്ചാൽ, ഇവിടുത്തെ വില്ലേജ് എന്ന് വെച്ചാൽ ഒരു വില്ലേജിൽ 100-150 വീടുകൾ ഇങ്ങനെ ഓരോ മലയുടെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് ആ രീതിയിലുള്ള സഹായവും കാര്യങ്ങളെല്ലാം ഇന്നലെ മുതൽ തന്നെ നോക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ മേലിൽ നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു, ഇത്രയും അളവ് വെള്ളം താഴോട്ട് വരുന്നുണ്ട്, എല്ലാം സേഫായി ഇരിക്കുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഗവൺമെന്റ് ആ രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് അറിവ്. ശരി, താങ്കൾ ഇപ്പൊ നിലവിൽ ഉത്തരാഖണ്ഡിലെ മഴയുടെ സ്ഥിതി എപ്രകാരമാണ്? നിലവിൽ ഇന്നലത്തെ അതേ സാഹചര്യത്തിലുള്ള മഴയാണോ, അത് നേരിയ തോതിൽ എന്തെങ്കിലും ശമനമുണ്ടോ? ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷം മുതൽ മഴ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ട്, അല്ലാതെ ഇപ്പൊ ഹെവി മഴ ഇല്ല ഇപ്പോ. ശരി, എന്തായാലും താങ്കൾ കേരള വിഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അവിടെയുള്ള പ്രദേശം കാണിച്ചു തന്നതിനും താങ്കൾ എല്ലാ തരത്തിലും നമ്മളോടൊപ്പം പ്രതികരിച്ചതിൽ വളരെയധികം നന്ദി. താങ്കൾ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഇരിക്കുക. താങ്കളുടെ കൂടെയുള്ളവരും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ വിനോദ്. താങ്ക് യു. ഉത്തരാഖണ്ഡിൽ നിന്നും തത്സമയം നമ്മളോടൊപ്പം ആശ്രമത്തിലെ വിനോദ് എന്ന വ്യക്തിയാണ് ചേർന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 വീടുകളോളം പൂർണ്ണമായും ഒലിച്ചു പോയെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ ഇന്റർനെറ്റ് അടക്കം നിലച്ച അവസ്ഥയിലാണ്. എന്നിരുന്നാലും ദുർഘടം പിടിച്ച ഒരു സാഹചര്യമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന് ഒരു കോട്ടവും തട്ടരുതെന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അടക്കം എടുത്തത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളടക്കം അവിടെ വെച്ചുകൊണ്ടാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രഞ്ജിലാണ് നമ്മളോടൊപ്പം വിവരങ്ങൾ നൽകിയത്. ഇടവേള. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF